ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ സ്നാക്സ് എന്ന് പറയുന്നത് ആൽഫ്രെഡോ ചിക്കൻ ബൈറ്റ്സ് ആണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ചെറുതായി മുറിച്ച ചിക്കനിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ എടുത്ത് സൺഫ്ലവർ ഓയിലും ഗീയോ ഇല്ലെങ്കിൽ ബട്ടറാണ് ബെസ്റ്റ്. അപ്പോൾ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗീയാണ് എടുത്തത്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെളുത്തുള്ളി ഇടുക. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആയ സമയത്ത് തന്നെ ചോപ്പ് ചെയ്ത് ഓണിയൻ കൂടി ഇടുക. അങ്ങനെ ഓണിയനും കൂടെ ഫ്രൈ ആയി വന്നതിന് ശേഷം പച്ചമുളകും കൂടി ഇടുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത്രേ വേണ്ടു കേട്ടോ, ജസ്റ്റ് ഓണിയനെല്ലാം ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു 2-3 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചക്കുത്തില്ല അതങ്ങ് മാറിക്കിട്ടണം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ഒഴിക്കുക. നല്ലോണം ഇളക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ എല്ലാം കട്ട പോലെ ഉണ്ടാവും കേട്ടോ. അത് ഒരു ക്രീമി ടെക്സ്ചറേ ഉണ്ടാവില്ല അതിന്. ഇനി ഇതിലേക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതിനുശേഷം ചെറുതായി മുറിച്ച മല്ലിച്ചപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കണേ. ആ മല്ലിച്ചപ്പിൻ്റെയും ഒറിഗാനോൻ്റെയും എല്ലാം ടേസ്റ്റ് വരുമ്പോൾ ഈ വൈറ്റ് സോസ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ഈ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബർഗർ ബൺ എടുക്കുക, നടുവിലേക്ക് കട്ട് ചെയ്യുക. അത് ഇതേപോലെ ഗ്ലാസ് വെച്ച് നല്ലോണം അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതൊരു ഹോള് പോലെ ആയില്ലേ, അതിലേക്കാണ് നമ്മളിനി ഫില്ലിംഗ് എല്ലാം വെക്കേണ്ടത്. ഇനി ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ വൈറ്റ് സോസ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നേ. ഇനി നമുക്ക് സ്ലൈസ് ചീസാണ് വെക്കേണ്ടത്. സ്ലൈസ് ചീസ് നിർബന്ധമില്ല, മൊസറല്ല ചീസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് രണ്ടും അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടി ഇട്ട് കൊടുക്കുന്നതേ ഇല്ലു. അങ്ങനെ ഇതാ 2 ചീസും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം. പാനിൽ വേണമെങ്കിൽ പാനിലും ഉണ്ടാക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഗീ തടവി കൊടുക്കുക പാനിൽ, എന്നിട്ട് ഇത് വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വെക്കുക. അതേപോലെ മൂടി അടച്ചിട്ട് വേണം വെക്കാൻ. അപ്പോഴത്തേക്ക് തന്നെ ഈ ചീസ് അങ്ങ് മെൽട്ടായിട്ട് വരുമ്പോൾ ഇത് റെഡിയായിന്ന് മനസ്സിലാവില്ല കേട്ടോ. ഇതിപ്പോൾ എയർ ഫ്രയറിൽ വെച്ചു. ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക ഈ സംഭവം. എടുക്കുമ്പോഴത്തേക്ക് ഇത് ചൂടോടെ കഴിക്കാൻ സൂപ്പറായിരിക്കുമേ. അങ്ങനെ ഇത് ആൽഫ്രെഡോ ചിക്കൻ ബൈറ്റ്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസിയാണ്, ക്രീമിയാണ്, ക്രിസ്പിയാണ്, അതേപോലെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ബൈ.